ഹലോ മക്കളെ, വെൽക്കം ബാക്ക് സെല്ലിംഗ് ഹാബിറ്റ്സ്. മീ ആനസ് അബ്ദുൽ നിസാർ. മക്കളെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പ്ലസ് വൺ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാം ഇങ്ങനെ അടുക്കാറായി അല്ലേ? എക്സാം ആണെങ്കിൽ 21 എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വെയിറ്റേജ് നോക്കാം. ഓരോ ചാപ്റ്റേഴ്സിന് എത്ര മാർക്ക് ചോദിക്കും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്, അതുകൊണ്ട് ഊന്നി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളല്ലേ ഇന്ന് പറയും. അപ്പോൾ എല്ലാം റെഡി അല്ലേടാ? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ആണ്, പക്ഷേ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അതിൽ നിന്നാണെങ്കിൽ ഒരു 2, 3, 4 ഒരു 2 തൊട്ട് ഒരു 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. 2 തൊട്ട് 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വേരി ചെയ്യാം. ഞാൻ 2 തൊട്ട് 4 എന്ന് പറയും, വേണമെങ്കിൽ വേരി ചെയ്യാം. ഫിക്സഡ് ആയിരിക്കണം നിർബന്ധം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ റെപ്രസെന്റേഷൻ ബൂളിയൻ ആൾജിബ്ര. 9 മാർക്കിന് ഇതാണ് 9 മാർക്കിന്. ഓക്കെ കേട്ടോ, 9 മാർക്ക് നിസ്സാരമല്ല. 9 മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റേജ് തന്നെ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു തിയറി ചാപ്റ്റർ ആണ്. എന്നാൽ തന്നെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 10 മാർക്കിന് 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എസ് എ പാർട്ടിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 2 മാർക്ക് 3 മാർക്ക് അങ്ങ് 1 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ നമുക്ക് എന്താ ഈ പറഞ്ഞ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. നല്ല അടിപൊളി തിയറി ചാപ്റ്റർ തന്നെയാണ്. വൈഡായിട്ട് കിടക്കുന്ന ഒരു തിയറി ചാപ്റ്റർ തന്നെയാണ് മക്കളെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിങ്ങിന്റെ പ്രോബ്ലം സോൾവിങ്. അതിനകത്ത് ഒരു 5 മാർക്ക് വരുന്നുള്ളൂ. വേണമെങ്കിൽ അങ്ങോട്ട് വേരി ചെയ്യാം, വേണമെങ്കിൽ അങ്ങോട്ട് ചിലപ്പോൾ കൂടുതൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ 5 മാർക്ക് വരാണ്. ഇപ്പോൾ മോഡൽ എക്സാമിന് കണ്ടുവന്നെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങോട്ട് വേരി ചെയ്യാം. ഓക്കെ, 5 മാർക്ക്. നെക്സ്റ്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. മക്കളെ 3 കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻസ്. 3 കുഞ്ഞു ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് മക്കളെ എന്താ ഈ 3 ചാപ്റ്റേഴ്സും. അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കാം. നെക്സ്റ്റ് ഉണ്ട് പഠിക്കേണ്ടെന്നല്ല, ആ രീതിയിൽ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. എത്ര മാർക്കാണ്? 7 മാർക്കിന്. അത് നല്ല വെയിറ്റ്. കാരണം ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കണ്ടൻസുകളുള്ള ഒരു ചാപ്റ്റർ തന്നെ മക്കളെ. ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഡേറ്റ ടൈപ്സ് മുതൽ അങ്ങ് ടൈപ്പ് കൺവേർഷനും പിന്നെ ഒരു പ്രോഗ്രാം ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്ത് ഈ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. 8 മാർക്കിന്. 8 മാർക്ക് നിസ്സാരമല്ല, നല്ല വെയിറ്റേജ് തന്നെയാണ്. 8 മാർക്കിന് ഊന്നി പഠിക്കുക. 8 മാർക്ക്. കാരണം ആ ഒരു ചാപ്റ്ററോട് സിൻറ്റാക്സുകളെല്ലാം പഠിക്കുക കേട്ടോ. സിൻറ്റാക്സുകളെല്ലാം പഠിക്കുക. നെക്സ്റ്റ് നോക്കാം. അറേസ് എത്ര മാർക്കടാ? 6 മാർക്ക്. 6 മാർക്ക് നിസ്സാരമല്ല, അത് നല്ല വെയിറ്റേജ് തന്നെയാണ്. 6 മാർക്ക് അത് പഠിക്കുക. അറേസ് എന്ന് പറഞ്ഞാൽ 6 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് നോക്കാം. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻസ്. ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻസ്. അപ്പം അത് ആ ചാപ്റ്റർ പഠിക്കുക. ആ ചാപ്റ്ററിനകത്താണെങ്കിൽ വളരെ കുഞ്ഞു ചാപ്റ്റർ തന്നെയാണ്, പക്ഷേ നല്ല കണ്ടൻസുകളുണ്ട്. അത്യാവശ്യം കണ്ടൻസുകളൊക്കെ ഉണ്ട്. ആപ്ലിക്കേഷനുകളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരും. ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് IO ഫംഗ്ഷൻസ് എന്നൊക്കെ വരാം. അതുകൊണ്ട് തന്നെയാണെങ്കിൽ 3 മാർക്കിന് അതിനകത്ത് വരുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഫംഗ്ഷൻസ് എത്ര മാർക്കാണ്? 7 മാർക്ക്. 7 മാർക്ക് നിസ്സാരമല്ല. 7 മാർക്ക് നല്ല അടിപൊളി വെയിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 7 മാർക്കിന് വരുന്നുണ്ട്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എത്ര മാർക്കാടാ? 8 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല മക്കളെ. എനിക്ക് തോന്നുന്നു നമുക്ക് തിയറി ഇല്ല, നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. തിയറി ചാപ്റ്റേഴ്സ് എല്ലാം എന്തുവാടാ നല്ല വെയിറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്തുവാടാ 10 മാർക്ക് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കും 8 മാർക്ക് വരുന്നതാണ്. നല്ല വെയിറ്റേജ് തന്നെ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നും കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും എസ് എ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വന്നിരിക്കും. അതിൽ മാറ്റം കേട്ടോ. അപ്പോൾ അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഇന്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ എത്ര മാർക്കാണ്? 5 മാർക്ക് വരുന്നുണ്ട്. 5 മാർക്കിന് വെയിറ്റ് കുറവാണ്, എന്നാലും അത്യാവശ്യം വെയിറ്റ് കുറവാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്? ആദ്യത്തെ സ്ഥാനം തന്നെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ തന്നെ. സെക്കൻഡ് സ്ഥാനം കിടക്കുന്നതാണ് ഡേറ്റ റെപ്രസെൻറ്റേഷന്. ഓക്കെ, തേർഡ് സ്ഥാനം കിടക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും. പിന്നെ ഉള്ള എന്താണ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കേട്ടോ. അങ്ങനെ പഠിക്കട്ടോ. അപ്പോൾ ഈ കാരണം കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ചാപ്റ്റർ തന്നെ. പിന്നെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ വെയിറ്റ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പഠിക്കുക. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഡേയ്സിലെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് ഡൗട്ട് ചോദിക്കുക, കമൻറ്റ് ബോക്സ് ചോദിക്കുക. പിന്നെ ആപ്പിലാണെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്തുവാ മാക്സിമം ആപ്പ് ത്രൂ ഒക്കെ ആണെങ്കിൽ ചോദിക്കാനുള്ള മെൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. ബൈ.